ചെറു പുസ്തകം ആയിരക്കണക്കിന് പുസ്തകങ്ങൾക്ക് വിലയുള്ളതാണ്. അതിന്റെ ആത്മാവിപ്പോഴും പരിഷ്കൃത ലോകത്തെ സംഘടിതവും പോരാടുന്ന തൊഴിലാളി വർഗത്തെ പ്രചോദിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കുറിച്ച് വിപ്ലവകാരി ലെനിൻ പറഞ്ഞ വാക്കുകളാണിവ. ലോകത്തെ പ്രചോദിപ്പിച്ച, മനുഷ്യർക്ക് പോരാട്ട വീര്യമേകിയ കുഞ്ഞു പുസ്തകം പുറത്തിറങ്ങിയിട്ട് ഫെബ്രുവരി 21-ന് 176 വർഷം തികയുകയാണ്. പാർട്ടിയുടെ താത്വികവും പ്രായോഗികവുമായ വിശദമായ രൂപരേഖ തയ്യാറാക്കാനുള്ള ആലോചനകളുണ്ടായി. തൊഴിലാളികളുടെ സാർവദേശീയ സംഘടനയായിരുന്ന കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ 1847 നവംബറിൽ ലണ്ടനിൽ ചേർന്ന കോൺഗ്രസ് ആണ് ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. അതിന് ചുമതല ഏർപ്പെടുത്തിയതോ കാൾ മാർക്സിനെയും ഫ്രെഡറിക് ഏംഗൽസിനെയും. 2 മാസത്തെ സമയമെടുത്താണ് ജർമ്മൻ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി തയ്യാറാക്കിയത്. ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച രാഷ്ട്രീയ കൃതികളിലൊന്നായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പരിഗണിക്കപ്പെടുന്നുണ്ട്. ബൈബിളും ഖുറാനും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നുകൂടിയാണിത്. യൂറോപ്പിനെ വേട്ടയാടുന്ന കമ്മ്യൂണിസം എന്ന ഭൂതം. ഈ നാടകീയ വാക്കുകളോടെ ആരംഭിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആമുഖങ്ങളും ആശയങ്ങളും ഒക്കെയായി 4 ഭാഗങ്ങളിലാണുള്ളത്. ബൂർഷ്വകളും തൊഴിലാളികളും, തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകളും, സോഷ്യലിസ്റ്റ് സാഹിത്യവും കമ്മ്യൂണിസ്റ്റ് സാഹിത്യവും, വിവിധ പ്രതിപക്ഷ പാർട്ടികളോടുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട് എന്നിങ്ങനെ അധ്യായങ്ങളായാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തിരിച്ചിരിക്കുന്നത്. മാർപ്പാപ്പയും സർ ചക്രവർത്തിയും മെറ്റർനീഹും ഗിസോയും ഫ്രഞ്ച് റാഡിക്കൽ കക്ഷികളും ജർമ്മൻ പോലീസ് ചാരന്മാരുമെല്ലാം ചേർന്ന് ഒരു പാവന സഖ്യത്തെ ഏർപ്പെട്ടിരിക്കുകയാണ്. കമ്മ്യൂണിസം നിലവിൽ ഒരു ശക്തിയാണെന്നോ അതല്ലെങ്കിൽ ഭാവിയിൽ ഒരു ശക്തിയായി വളർന്നേക്കുമോ എന്നുള്ള ഭയം ഇത്തരം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ആമുഖത്തിൽ തന്നെ കാൾ മാർക്സ് പറഞ്ഞു വയ്ക്കുന്നു. തൊഴിലാളി സമൂഹം ലോകത്താകമാനം ചിന്നിച്ചിതറിക്കിടക്കുകയാണ്. വല്ലപ്പോഴുമെങ്കിലും അവർ സംഘടിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ബൂർഷ്വാസി അവരുടെ കഠിനമായ മർദ്ദനോപകരണങ്ങൾ കൊണ്ട് ഇത്തരം മുന്നേറ്റങ്ങളെ അടിച്ചമർത്തുകയോ അതല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ട്. ആശയങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറയുന്നു. ലോകത്തിലെ തൊഴിലാളികളെയും അവരോട് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ള ബന്ധവുമാണ് അടുത്ത അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ലോകത്തിലെ തൊഴിലാളി പ്രശ്നങ്ങളെ രാജ്യഭേദമില്ലാതെ വർണ്ണ വ്യത്യാസമില്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും സമൂഹത്തിന് മുമ്പാകെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തൊഴിലാളി വർഗത്തിന്റെ അടിയന്തര ലക്ഷ്യങ്ങൾ നേടാനും അവരുടെ താൽക്കാലിക താല്പര്യങ്ങൾ നടപ്പിലാക്കാനും വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ പൊരുതുന്നു. കമ്മ്യൂണിസ്റ്റുകാർ സാർവദേശീയമായി നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ക്രമങ്ങൾക്കെതിരായ എല്ലാ വിപ്ലവ പ്രസ്ഥാനങ്ങളെയും മുന്നേറ്റങ്ങളെയും പിന്തുണയ്ക്കുന്നു. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ ആകെ ബലം പ്രയോഗിച്ച് മറിച്ചിട്ടാൽ മാത്രമേ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനാവൂ എന്നവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറയുന്നു. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മുദ്രാവാക്യത്തോടെ അവസാനിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വർഗസമരത്തെ സംബന്ധിച്ച ചരിത്രപരവും കാലികവുമായുള്ള ചിത്രീകരണവും തൊഴിലാളി വർഗത്തെക്കുറിച്ച് ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടുകളും മുതലാളിത്തത്തിന്റെ കുഴപ്പങ്ങളും കമ്മ്യൂണിസത്തിന്റെ ഭാവി പ്രവചനവുമെല്ലാം അടങ്ങിയിട്ടുണ്ട്. 1848 ചിട്ടപ്പെടുത്തിയ ഈ കൃതി 2024 വായിക്കുമ്പോഴും വർത്തമാനകാലത്തെ വിശകലനം ചെയ്യുന്നതിന് വളരെ പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യ ചരിത്രത്തെ തന്നെ ഈ കൃതി മാറ്റി എഴുതി. മാനിഫെസ്റ്റോയ്ക്ക് ശേഷം ലോകത്തിന്റെ ഗതി തന്നെ മാറിയൊഴുകി. കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് അവരുടെ സുപ്രധാന കടമ ഈ ലോകത്തെ മാറ്റുകയെന്നതാണെന്ന് ഏംഗൽസ് പറയുന്നു. മാറുമ്പോൾ മാറട്ടെ എന്നല്ല, ബോധപൂർവമായ ഇടപെടലിലൂടെ തന്നെ മാറ്റം വരുത്തുക എന്നാണ് ഇതിന് അടിസ്ഥാനം. വാക്കുകൾ വൈകാരികതയിൽ ഒതുങ്ങിപ്പോകാതെ മനുഷ്യ ചരിത്രത്തെ മാറ്റി എഴുതിയ ആവേശകരമായ പോരാട്ടത്തിലേക്ക് ലോക ജനതയെ നിത്യം നയിക്കുന്ന ഗ്രന്ഥം. സ്വപ്നം കാണേണ്ടത് വിപ്ലവമാണെന്ന് എക്കാലവും നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ മഹത് ഗ്രന്ഥം. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് മുൻപും ശേഷവും എന്ന് ലോകത്തെ അടയാളപ്പെടുത്തുന്നത് പോലും. നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രം, നേടാനോ ഒരു ലോകം മുഴുവനുമെന്ന് മനുഷ്യരാശി നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കൊളുത്തിവിട്ട സമര തീക്ഷ്ണത ഒരിക്കലും കെട്ടുപോവില്ല എന്നത് തന്നെയാണ്.